ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കണ്ടെയ്നർ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകട്ടോ. നമുക്ക് സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ കണ്ടെയ്നർ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു മലയാളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്നൊരു കടയുണ്ട്, അവിടെ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, ചീപ്പ് റേറ്റൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ ഇറങ്ങിയ സ്ഥലം നമ്മുടെ സ്റ്റോപ്പിനേക്കാളും ഒരു സ്റ്റോപ്പ് മുന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്നിട്ടാണ് പോണേ. പിന്നെ നിങ്ങളെൻ്റെ കോലം കണ്ട് ഞെട്ടുന്ന വേണ്ടി ഇവിടെ വന്ന് പനിയൊക്കെ പിടിച്ച് ഫുൾ കിടപ്പായി പോയി. അതിനിപ്പോൾ ഒന്ന് റെഡി ആയതാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി കടയുടെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ലൊക്കേഷൻ നോക്കി ഇവിടെ അടുത്ത കാണിക്കുമ്പോൾ 300 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ഈ കട എവിടെയാണെന്ന് കണ്ടുപിടിച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കാണാം. ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ കാർ വാഷിങ് അങ്ങനെ കുറേ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് ഏരിയ. നമുക്കിനി മാപ്പ് നോക്കിയിട്ട് കട എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനത്തെ കടകളൊക്കെയാണ് കേട്ടോ, നമ്മുടെ ട്രെൻഡ്സൊക്കെ പോലെയല്ലേ, അതുപോലത്തെ കുറേ കടകളുണ്ട്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു കട. മാപ്പിൽ അതാണ് നിയർ ബൈ ലൊക്കേഷൻ കാണിക്കുന്നത്. അൽട്ടിറ അങ്ങനെ എന്തോ ആണ്, ജംബോ സ്റ്റോർ അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. ഇവിടെ മിനിസോ ഉണ്ട് കേട്ടോ, നമ്മുടെ നേരിട്ട് വന്നിട്ടില്ല മിനിസോല്. ഇനി നമുക്ക് പാർട്ടിമാർക്ക് വിട്ടിട്ട് വന്നിട്ട് വരാം മിനിസോല്. ആ കാണുന്നതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന കട. അങ്ങനെ നമ്മൾ കടയുടെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടോ. അവിടെ കയറി വരുന്ന വഴിക്ക് ഫുൾ നല്ല ഡെക്കറേഷൻ സാധനങ്ങളായിരുന്നു. നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ഫുൾ ഡെക്കറേഷൻ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു പ്രത്യേകത ഭംഗിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫുൾ റെഡ് മയമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കീ ചെയിനും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്ലവർ വേസ് അങ്ങനത്തെ റീത്ത് പോലത്തെ സാധനങ്ങൾ അങ്ങനത്തേക്കില്ല, എല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഇതാണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിനൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഫുൾ ട്രീസ് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ കയറി വരുന്ന സെക്ഷനിൽ മൊത്തം. ഞാൻ അങ്ങനെ കുറേ നേരം അവിടെ നോക്കി നിന്ന് പോയിട്ട് അതുകൊണ്ട് കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, കാരണം ഞാനത് നന്നായിട്ട് തന്നെ ആസ്വദിക്കുമായിരുന്നു. അന്വേഷിച്ചിരുന്ന സെക്ഷൻ വേന കുറേ സ്റ്റോറേജ് സാധനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് റേറ്റ് നോക്കിയിട്ട് എടുക്കാം. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു മലയാളി ചേട്ടനെ കണ്ടുകൂട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനത്തെയൊക്കെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സൈഡ് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ മോഡലാണ് എടുത്തേക്കണം. ഇതിന് 1.50 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മതി. അത്യാവശ്യം കറികൾ വെക്കാൻ പാകത്തിനുള്ള 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പുകളുണ്ട് കേട്ടോ, 2 യൂറോയേ ഉള്ളൂ കപ്പിനൊക്കെ. നോക്കട്ടെ, അടുത്ത തവണ ഒന്ന് എടുക്കാം. ഇതൊക്കെയാണെങ്കിൽ 2 യൂറോയാട്ടോ കാണിക്കണം. ഇങ്ങനത്തെ ഏതാണോ നല്ലതെന്ന് വെച്ചെടുക്കാം. നമുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ജാർ 1.50, അതിൻ്റെ ചെറുതാണെങ്കിൽ 1. നമുക്ക് ഈ 1.50 ഒക്കെ ആണെങ്കിൽ മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഇടാം. അതുപോലെ ചെറുതൊക്കെ മേടിക്കുകയാണെങ്കിൽ കടുക് അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇടാം. എല്ലാം ഇപ്പോൾ കവറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നറൊക്കെ മേടിച്ചു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാ നമുക്ക് മൊത്തം 8 യൂറോയായി. നമ്മൾ ഒരു 4-5-6 കണ്ടെയ്നർ മേടിച്ചു. കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെയൊക്കെ വെച്ച് നോക്കിയേക്കാൾ എന്തായാലും ചീപ്പ് റേറ്റ് ഇല്ല. ചേച്ചി പറഞ്ഞു എന്തായാലും പറഞ്ഞ് ചേച്ചിക്ക് താങ്ക്സ്. ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു. എന്തായാലും താങ്ക് യു ചേച്ചി, കട പറഞ്ഞു തന്നതിന് എനിക്ക് വലിയ ഉപകാരമായി. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ബസ് കയറിയിട്ട് പാമ വരെ പോവാണ്. ചുമ്മാ വെറുതെ ടൈം കളയണ്ടേ. അപ്പോൾ നമ്മൾ പാമയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കിടങ്ങാം. പിന്നെ എൻ്റെ പാലൊക്കെ തീർന്നിരിക്കുക. ആകെ പാലങ്ങനെയൊക്കെ കുടിക്കുന്നുള്ളൂ, ഫുഡ് കഴിക്കലൊക്കെ കുറവാണ്. പാല് കോഫി ഇട്ട് കുടിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് നേരെ പാമയിലേക്ക് പോകാം. ഇവിടുന്ന് ബസ് ഏതാണെന്ന് തപ്പി പിടിച്ചിട്ട് ബസ് കയറി നേരെ പാമയിലേക്ക് പോകാം.